أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب أنى يكون لي غلام وقد بلغني الكبر وامرأتي عاقر قال كذلك الله يفعل ما يشاء قال رب اجعل لي آية قال آيتك ألا تكلم الناس 3 أيام إلا رمزا واذكر ربك كثيرا وسبح بالعشي والإبكار. صدق الله العظيم. സൂറ ആല ഇമ്രാനിലെ 40-41 ആയത്തുകൾ. ഖാല, അദ്ദേഹം ചോദിച്ചു, റബ്ബി, എൻ്റെ നാഥ, അന്നാ യകൂനു ലി ഗുലാമുൻ, അന്നാ യകൂനു ലി, എനിക്ക് എങ്ങനെ ഉണ്ടാകും. അന്നാ എന്ന് പറഞ്ഞാൽ കൈഫ, എങ്ങനെ, യകൂനു ഉണ്ടാകുന്നു, ലീ എനിക്ക്, ഗുലാമുൻ ഒരു കുട്ടി, എനിക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും. വഖദ് ബലഗനിയൽ കിബറു, വഖദ് ബലഗനി എനിക്ക് എത്തിയിരിക്കുന്നു, അൽ കിബറു വാർദ്ധക്യം, കബീർ വലിയ ആള്, കിബർ വാർദ്ധക്യം, കിബിർ ബാവിന് സുക്കൂനായാൽ അഹങ്കാരം, ഞാൻ വലിയവനാണ് എന്ന തോന്നൽ, ഇത് കിബർ അഥവാ ബാവിന് ഫതഹ്. വമ്രഅത്തി എൻ്റെ പെണ്ണ്, എൻ്റെ സ്ത്രീ അഥവാ എൻ്റെ ഭാര്യയാവട്ടെ, ആഖിറുൻ വന്ധ്യയാണ്, പ്രായാധിക്യം മൂലം പ്രസവിക്കാത്ത കാലത്ത് എത്തിയ അവസ്ഥയ്ക്കാണ് ആഖിർ എന്ന് പറയാം. ഖാല, അല്ലാഹു പറഞ്ഞു, ഖാല മലക്ക് പറഞ്ഞു, കദാലിക അപ്രകാരം, അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അല്ലാഹു യഫ്അലു, അല്ലാഹു ചെയ്യുന്നു, മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത്. ഖാല സക്കരിയ വീണ്ടും പറഞ്ഞു, റബ്ബി ഇജ്അൽ, റബ്ബി എൻ്റെ നാഥ, ഇജ്അൽ നീ ഉണ്ടാക്ക്, ലീ എനിക്ക്, ആയത്തൻ ഒരടയാളം. ഖാല അല്ലാഹു പറഞ്ഞു, ആയത്തുക്ക അഥവാ അല്ലാഹുവിന്റെ വർത്തമാനം മലക്ക് പറഞ്ഞു, ആയത്തുക്ക താങ്കളുടെ അടയാളം, അല്ലാ തുകല്ലിമന്നാസ താങ്കൾ ജനങ്ങളോട് സംസാരിക്കാതിരിക്കുക എന്നതാണ്. കല്ലമ സംസാരിച്ചു എന്നർത്ഥം. അല്ലാ തുകല്ലിമന്നാസ താങ്കൾ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ്. 3 അയ്യാമിൻ 3 ദിവസം, ഇല്ലാ റംസ ആംഗ്യത്തിലല്ലാതെ, വദ്കുർ താങ്കൾ ഓർക്കുക, റബ്ബക്ക താങ്കളുടെ റബ്ബിനെ, കസീറൻ ധാരാളം, വസബ്യഹ് പ്രകീർത്തിക്കുകയും ചെയ്യുക, ബിൽ അശിയി വൽ ഇബ്കാർ പ്രദോഷത്തിലും പ്രഭാതത്തിലും, അഷിയ് ഇഷായിലേക്ക് ചെന്ന് ചേരുന്ന സമയം അഥവാ വൈകുന്നേരം, വൽ ഇബ്കാർ ബുക്ര എന്ന് പറയലുണ്ടല്ലോ അറബികൾ സാധാരണ, രാവിലെ. ഈസാ അലൈഹി സ്വലാമിന്റെ കഥയിലേക്ക് എത്തുന്ന വിധം അല്ലാഹു തആല ഇങ്ങനെ പരാമർശം പുരോഗമിപ്പിച്ചു കൊണ്ടുപോവുകയാണ്. മറിയം ബീവിയുടെ അടുത്ത് അസാധാരണമായ നിലയിൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കിട്ടിയ ഭക്ഷണം കണ്ടപ്പോൾ ആ രീതിയിൽ എനിക്കൊരു കുഞ്ഞുമുണ്ടാകുമല്ലോ എന്ന് സക്കരിയാക്കും തോന്നി. കുഞ്ഞുണ്ടാകുന്നത് എന്തിനാണ്, ഇത് വളരെ വിശദമായി ഏതാണ്ട് 1 പേജിലധികം വിനിയോഗിച്ചുകൊണ്ട് സൂറത്തു മറിയമിൽ നേരത്തെ വന്നു കഴിഞ്ഞതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ സൂറത്തു മറിയം മക്കയിൽ ഇറങ്ങിയ സൂറത്താണ്. നമുക്കറിയാവുന്നതുപോലെ സൂറ ആല ഇമ്രാൻ
ബദർ യുദ്ധത്തിന് ശേഷം മദീനയിൽ ഇറങ്ങിയ സൂറത്താണ്. അതിൽ ഈ പാരായണം ചെയ്യുന്ന ഭാഗം ഹിജ്റ 9-ാം കൊല്ലത്തിൽ മദീനയിൽ ഇറങ്ങിയ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആളുകളിൽ ഇതിന്റെ വിശദാംശങ്ങൾ വല്ലാതെ ആവശ്യമില്ല. ആ വിശദാംശങ്ങളിലേക്ക് ഒരു സൂചന മാത്രമാണ് ആവശ്യമുള്ളത്. പക്ഷെ നമ്മൾ ഖുർആനിന്റെ ഒരു തലക്കെന്ന് പഠിച്ചു വരികയായതുകൊണ്ട് നമുക്ക് വിശദാംശങ്ങൾ ആവശ്യമുണ്ടാകും. അതുകൊണ്ട് സൂറത്ത് മറിയമിന്റെ ഭാഗം ഒന്ന് എടുത്തു വായിച്ചാൽ ആർക്കും അത് മനസ്സിലാകും. അവിടെ സക്കരിയ അലൈഹി സ്വലാമിന് യഹ്യ ഉണ്ടായ കഥയാണ് സൂറത്ത് മറിയമിന്റെ തുടക്കം തന്നെ. അങ്ങനെ ഒരു പേജിലധികം സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രശ്നം, റബ്ബി ഇന്നി വഹനൽ അളുമ മിന്നി ഇതിനാദ റബ്ബഹു നിദ അൻ ഖഫിയ. അദ്ദേഹം വളരെ ഉള്ളിൽ തട്ടുന്ന തരത്തിൽ രഹസ്യമായി പ്രാർത്ഥനയിൽ മുഴുകി അള്ളാഹുവിനെ വിളിച്ച സന്ദർഭം. എന്നിട്ട് പറഞ്ഞു, റബ്ബി ഇന്നി വഹനൽ അളുമ മിന്നി, എനിക്ക് എൻ്റെ അസ്ഥികളൊക്കെ ദുർബലമായിരിക്കുന്നു. വഷ്തഅല റഅസു ശൈബ, എൻ്റെ തല നരച്ചു എന്ന് മാത്രമല്ല നരകൊണ്ട് തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വലൻ അക്കുംബി ദുആഇ റബ്ബിക ഷഖിയ, ദുആഇക റബ്ബി ഷഖിയ, എന്നാലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിരാശനല്ല. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബലി മിൻ ലദുൻക വലിയ. വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എൻ്റെ പിന്തലമുറകളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെട്ടു. വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ പെണ്ണ് വന്ധ്യയുമായിരിക്കുന്നു. ഫഹബലി മിൻ ലദുൻക വലിയ, നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള ഒരു വലിയനെ അഥവാ എൻ്റെ കാര്യം ഏറ്റെടുക്കുന്നവനെ നീതാ. യരിസ്നി വയരിസുമിൻ ആലി യാഖൂബ വജ്അൽഹു റബ്ബി റളിയ, എൻ്റെ അനന്തരാവകാശം അതുപോലെ ആലി യാഖൂബിന്റെ തന്നെ അനന്തരാവകാശിയായിട്ട്. വജ്അൽഹു റബ്ബി റളിയ, നീ അവനെ തൃപ്തിപ്പെട്ടവനുമാക്കണം പടച്ചവനെ. അഥവാ എനിക്കൊരു കുഞ്ഞില്ലല്ലോ, എനിക്കും ഒരു കുഞ്ഞില്ലല്ലോ എന്ന സാധാരണ കുഞ്ഞില്ലാത്ത ആളുകൾക്ക്, കുട്ടികൾ ഉണ്ടാകാത്ത ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആദിയും വ്യാധിയുമല്ല സക്കരിയ അലൈഹി സ്വലാമിനെ നയിക്കുന്നത്. എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ബന്ധുക്കളായ ആളുകൾ എനിക്ക് ശേഷം ഈ ഇസ്ലാമിക ദൗത്യത്തെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരാണോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയമുണ്ട്. അതുകൊണ്ടാണ് നിന്നിൽ നിന്ന് പ്രത്യേകമായി ഒരു സന്തതിയെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. യരിസുനി വൈരിസു അല്ല വലമാവു വറസുൽ അംബിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യുവരിസു ദീനാറൻ വല ദിർഹമൻ വലാകിൻ വറസുൽ ഇൽമ. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അവരെ അനന്തരമെടുത്തത് ദീനാറും ദിർഹമുമല്ല, ഇൽമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ സക്കരിയയെ അനന്തരമെടുക്കുന്ന ആളുകൾ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലൻ നജ്അലഹു മിൻ ഖബ്ലു സമീയ. യഹ്യ ഒരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹ്യ എന്നാണ്. ആ പേരിൽ മുമ്പ് ആരും ഉണ്ടായിട്ടില്ല. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ വകാനത് ഇംറഅതി ആഖിറ വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ. ഇവിടെ പറഞ്ഞ അതേ കാര്യം അവിടെയും സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ആയത്തിൽ പറഞ്ഞ അതേ കാര്യം അല്ലാഹു തആലയോട് ചോദിച്ചു സക്കരിയ അലൈഹി സ്വലാം. അപ്പോ കാല മലക്ക് പറഞ്ഞു, കദാലിക്ക അങ്ങനെ തന്നെയാണ്. കാല റബ്ബുക്ക, താങ്കളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിനുൻ, അതെനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈഅ, ഒന്നുമില്ലായ്മയിൽ നിന്ന് താങ്കളെ സൃഷ്ടിച്ചില്ലേ. സക്കരിയയെ ഉണ്ടാക്കിയ ആൾക്ക് സക്കരിയക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കലും വലിയ പ്രയാസമുള്ള പണിയൊന്നുമല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതായി മലക്ക് അറിയിച്ചു. അപ്പോ വീണ്ടും ഇവിടുത്തെ പോലെ ഒരു അടയാളം ചോദിച്ചു. അതിന് 3 ദിവസം സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്ന അടയാളം കൊടുത്തു. ഇതൊക്കെ ആണ് അവിടെ വന്ന സംഭവങ്ങൾ. അതിലേക്കുള്ള സൂചന മാത്രമാണ് ഇവിടെ. കാരണം ഇവിടെ സൂചനകളാകാൻ കാരണം ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരായത്തിനോട് 3 ചോദ്യം ചോദിക്കണം. 1 ആയത്തിൽ എന്താണ് പറയുന്നത്, 2 ആയത്തിലൂടെ എന്താണ് പറയുന്നത്, 3 ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത്. ആയത്തിൽ പറയുന്ന കാര്യം സക്കരിയ അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ച കാര്യമാണ്. അതൊരു കഥയാണ്. ആയത്തിലൂടെ പറയുന്ന കാര്യം എന്താണ്? ആയത്തിലൂടെ പറയുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെ സൃഷ്ടിക്കണമെങ്കിൽ അത് ഭാര്യാഭർത്തൃ ബന്ധം തന്നെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രസവിക്കാൻ യോഗ്യതയുള്ള, ജന്മം നൽകാൻ യോഗ്യതയുള്ള മാതാപിതാക്കൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല.
അത് അല്ലാഹു തആല സ്വീകരിച്ച ഒരു വ്യവസ്ഥ മാത്രമാണ്, അവൻ സ്വീകരിച്ച ഒരു സിസ്റ്റം മാത്രമാണ്. അതിന്റെ അർത്ഥം അങ്ങനെയേ ഉണ്ടാകൂ എന്നില്ല. കാരണം ആദം അലൈഹിസ്സലാം തന്നെ ഉണ്ടായത് അങ്ങനെയല്ല, അള്ളാഹ് സ്വീകരിച്ച ഒരു രീതി മാത്രമാണ് അത് എന്ന് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ഈസാ അലൈഹിസ്സലാം പിതാവില്ലാതെ ഉണ്ടാകുക എന്നത് ഒരിക്കലും നടക്കാത്ത ഒരു സംഭവമൊന്നുമല്ല എന്ന് ധരിപ്പിക്കലാണ് ആയത്തിലൂടെ അല്ലാഹു തആല ചെയ്യുന്നത്. മൂന്നാമത്തത്, ഇത് ഇവിടെ പറയുന്നത് ബനി ഇസ്രായേലിൽപ്പെട്ട ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദത്തിന്റെ പശ്ചാത്തലത്തിലുമാണ്. അതുകൊണ്ടാണ് സൂചനകളായിട്ട് ഇങ്ങനെ പോകുന്നത്. ബാക്കി വിശദാംശങ്ങൾ അവിടെയൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ ധാരാളം ചർച്ച നടന്ന സംഗതിയാണത്. അതിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. ഇനി നമുക്കത് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ. അദ്ദേഹം ചോദിച്ചു, എനിക്കെങ്ങനെ? അപ്പൊ റബ്ബിനോടാണ് ചോദ്യം. എന്നാൽ റബ്ബിനോട് നേരിട്ടാണോ ചോദ്യം? അല്ല, റബ്ബിനോട് ചോദിക്കാനുള്ള ചോദ്യം മലക്കിനോടാണ് ചോദിക്കുക. നമ്മൾ മൈക്കിനോടാണ് സംസാരിക്കുക, പക്ഷേ മൈക്കിനോടല്ലല്ലോ. മൈക്കിലൂടെ സംസാരിക്കുന്നയാള് മൈക്കിനോടല്ല സംസാരിക്കുന്നത് എന്നതുപോലെ മലക്കിനോട് സംസാരിക്കുകയാണ് ചെയ്യുക. പക്ഷെ മലക്കിനോട് ചോദിക്കാനുള്ള ചോദ്യമല്ല, അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ചോദ്യമാണ് മാലാഖയോട്, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അദ്ദേഹം ചോദിച്ചത്. കാരണം എന്താ? ഫനാദത്തുൽ മലായിക്കത്തു, മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മെഹ്റാബി, സംസാരിച്ചുകൊണ്ട് മെഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുക മലക്കുകളാണ് വിളിച്ചത്. എന്നിട്ട് മലക്കുകളാണ് പറഞ്ഞത് താങ്കൾക്ക് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന്. അപ്പൊ ചോദിക്കാനുള്ള ചോദ്യം മലക്കിനോട് ചോദിക്കാനുള്ള ചോദ്യമല്ല, അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് മലക്കാണ് മറുപടി പറയുന്നത്, പക്ഷെ അള്ളാഹുവിന്റെ മറുപടിയാണ് പറയുന്നത്. അഥവാ മലക്കിന് സ്വന്തമായി ഒരു മെസ്സേജ് ഇല്ല എന്നർത്ഥം. അള്ളാഹു കൊടുത്തയക്കുന്നത് കൊടുക്കുക എന്നതാണ്. മലക്കിനോട് സ്വന്തമായിട്ട് അങ്ങോട്ട് ചോദ്യവുമില്ല, അത് അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ഖാല റബ്ബി, അല്ലെങ്കിൽ ചോദിക്കുക ഖാല യാ ജിബ്രീൽ എന്നാണ്. ഖാല റബ്ബി, എന്റെ നാഥ എന്നതിന് പകരം ഖാല യാ ജിബ്രീൽ അന്നാ യകൂനു ലീ ഗുലാമുൻ എന്നാണ് ചോദിക്കുക. അല്ല, അള്ളാഹുവിനോടാണ് ചോദ്യം, മലക്കുകളെ വിളിച്ചിട്ട് ഇല്ല. അതുകൊണ്ടാണ് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുക, മലക്കുകളെ വിളിച്ച് സഹായം തേടുക, അങ്ങനെ ഒരു പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലില്ല. ഇപ്പോ മലക്കുകൾ കേൾക്കുക, ജിന്നുകൾ കേൾക്കുക എന്നൊക്കെ ചർച്ചയുണ്ടല്ലോ. മലക്കുകൾ കേൾക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം മലക്കുകൾ കേട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എഴുതി വെക്കാൻ ചുമതലപ്പെട്ട മലക്കുകളുണ്ട്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെങ്കിൽ റഖീബ് അലൈഹിസ്സലാമെ, അതീദ് അലൈഹിസ്സലാമെ എന്നെ സഹായിക്കണേ, രക്ഷിക്കണേ എന്നൊരു പ്രാർത്ഥന അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം തേടൽ രീതി അങ്ങനെ ഖുർആനിലും ഹദീസിലും ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്ന ചോദ്യം പോലും അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. പക്ഷെ മുന്നിലുള്ളത് ജിബ്രീൽ ആയിരിക്കാനാണ് സാധ്യത. കാരണം മലക്കുകളാണ് അദ്ദേഹത്തോട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. മലക്കുകൾ വന്നിട്ട് അറിയിച്ചു അള്ളാഹ് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് മലക്കുകൾ വിളിച്ചു പറഞ്ഞു. പിന്നെ കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഊഹിക്കാൻ എല്ലാ മനുഷ്യന്മാരെയും പോലെ സക്കരിയ അലൈഹിസ്സലാമും അടിസ്ഥാനമാക്കിയത് സ്വന്തം വാർദ്ധക്യം അഥവാ ലൈംഗിക ശേഷിയൊക്കെ പോയിരിക്കുന്നു. അതുപോലെ പ്രസവ സാധ്യതകളൊക്കെ ഭാര്യക്കും അവസാനിച്ചിരിക്കുന്നു. എങ്ങനെ ഉണ്ടാകും? കാരണം മനുഷ്യർ പൊതുവെ ചിന്തിക്കല് അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ്. അതിന് അള്ളാഹുവിന്റെ മറുപടി, അള്ളാഹ് അവന് ഇഷ്ടമുള്ളത് സൃഷ്ടിക്കും. ഇങ്ങനെ സൃഷ്ടിക്കാവൂ എന്ന് അള്ളാഹ്ക്കാരും നിയമം ഉണ്ടാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ അള്ളാഹു അങ്ങനെയാണ് മനുഷ്യന്റെ ഉൽപാദനം നടത്താറുള്ളത്, പ്രത്യുൽപാദനം നടത്താറുള്ളത് എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ തന്നെ ഉണ്ടാകാവൂ, അങ്ങനെ തന്നെ അതൊക്കെ അള്ളയാണ് തീരുമാനിക്കാൻ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇത് ഈ കഥയിലൂടെ ഈ ശ്രോതാക്കളുടെ സമൂഹം അഥവാ ഈ സംഭവം നടക്കുന്ന കാലത്ത് സക്കരിയ അലൈഹിസ്സലാമിന്റെ ശ്രോതാക്കളുടെ സമൂഹം അവര് വളരണം. അല്ലാഹു തആല വിചാരിച്ചാൽ എങ്ങനെയും സൃഷ്ടിക്കും എന്ന ഒരു ബോധത്തിലൂടെ. എന്നിട്ട് വേണം, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അംഗീകരിച്ച ബോധമുള്ള ആളുകളോട് വേണം ഈസാ അലൈഹിസ്സലാം പിതാവില്ലാതെ ജനിച്ചു എന്ന് പറയാൻ. അപ്പൊ ഈ അത്ഭുതത്തിന്റെ ഡോസ് ആശ്ചര്യത്തിന്റെ ഡോസ് കുറയും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാകും. സക്കരിയ അലൈഹിസ്സലാമിന് മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്തത് കണ്ടപ്പോഴാണ് ഇങ്ങനെയും പറ്റും എന്ന് തോന്നിയത്. അങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നാട്ടുകാർക്ക് ഇങ്ങനെയും ജനിക്കാം എന്ന ഒരു ബോധം ഉണ്ടാക്കാനാണ് ഇത് ചെയ്യുന്നത്. അതാണ് അല്ലാഹു തആല ഈ ഭാഷയിൽ നമ്മളോട് ഇത് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ സക്കരിയക്ക് വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞുണ്ടായി എന്നൊരു വിവരം മാത്രം നമ്മളോട് പറഞ്ഞാൽ മതി. അതല്ല ആ കഥ പറയലല്ല ഉദ്ദേശം. കഥയിലൂടെ പറയലും കഥയുടെ പശ്ചാത്തലവും ഒക്കെയാണ് ഊന്നി മനസ്സിലാക്കേണ്ടത്. ഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി ആയത്തൻ,
ഇങ്ങനെയാണ് കുഞ്ഞുണ്ടാകുക എന്നതിനൊരു അടയാളം താ. എന്തിനാണ് അടയാളം? അത് നമുക്ക് ദമ്പതികളായി ജീവിക്കുന്നവർക്കൊക്കെ അറിയാം. കുഞ്ഞുണ്ടാകുകയാണ് എന്നതിന് നമുക്ക് സാധാരണ ചില അടയാളങ്ങളുണ്ട്. ഗർഭിണിയായി, ഗർഭം തുടങ്ങി എന്നതിന് അന്ന് മുതലാണ് നമ്മൾ ഡേറ്റ് കണക്കാക്കലൊക്കെ. അപ്പൊ ആ ഡേറ്റ് കണക്കാക്കുന്നതിൽ തന്നെ ആ പീരിയഡിന്റെ ഇടയിൽ ലൈംഗിക ബന്ധം നടന്ന ദിവസം ഏതാണ് അന്നുണ്ടാകും. അതിന്റെ പിറ്റേന്ന് ആ ലൈംഗിക ബന്ധ ഈ ഗർഭധാരണത്തിന് കാരണമായ ബന്ധപ്പെടൽ നടന്നതിന്റെ അന്നോ അതിന്റെ പിറ്റേന്നോ ഒക്കെ സ്ത്രീക്ക് അവളുടെ ശരീരത്തിലെ മാറ്റങ്ങളോ അനുഭവങ്ങളോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില പ്രത്യേക അനുഭവങ്ങളൊക്കെ അതും ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു പീരിയഡ്, ഒരു ഡേറ്റ് കണക്കാക്കാൻ കുഞ്ഞുണ്ടായി തുടങ്ങുകയാണ് എന്നതിന് വേണ്ടി ഒരു അടയാളം നമ്മളിൽ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രാം തീയതി പ്രസവം എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ ഇതങ്ങനെയില്ല, ആർത്തവമില്ലാത്ത പെണ്ണാണ്. അപ്പൊ എപ്പോ മുതലാണ് സക്കരിയയുടെ ഭാര്യയുടെ വയറ്റിൽ യഹ്യ ഉണ്ടാകാൻ തുടങ്ങുന്നത്? ഇതിന് ഒരു അടയാളം വേണം. ഇതാണ് അടയാളത്തിന്റെ ഒരാവശ്യം. എന്നു മുതലാണത് കണക്കാക്കുക, എന്ന് പ്രതീക്ഷിക്കാം എന്നതിന് ഒരടയാളം വേണം. പിന്നെ ഇത് ജനങ്ങളിൽ ചർച്ചയാകണം. ഇതൊരു അസാധാരണ സംഭവമാണ് എന്ന നിലയിൽ ആളുകൾ മനസ്സിലാക്കുകയും അവരുടെ ശ്രദ്ധ തിരിയുകയും അവർക്കത് ബോധ്യമുണ്ടാകുകയും ഒക്കെ വേണം. ഇതാ സക്കരിയാക്ക് സംസാരിക്കാൻ പറ്റാതെയായിരിക്കുന്നു എന്ന്. അങ്ങനെയാണ്, സംസാരിക്കുകയില്ല എന്ന് തീരുമാനിക്കുകയില്ല. അപ്പോ മറിയം ബീവിയുടെ കാര്യത്തിൽ ഇനി നേർത്തുൽ റഹ്മാൻ സൗമ, മിണ്ടാതിരിക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു, മൗനവ്രതം നോറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതേസമയത്ത് സക്കരിയയുടെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ ശേഷി ഉണ്ടായിരിക്കെ സംസാരിക്കാൻ വയ്യാതെയാകുകയാണ്. ആരോഗ്യപരമായി യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതിരിക്കെ 3 ദിവസം അദ്ദേഹത്തിന് മിണ്ടാൻ വയ്യ. അപ്പോ സ്വാഭാവികമായിട്ടും ആളുകള് അന്വേഷിക്കും, എന്തു പറ്റി? ഒരു തകരാറുമില്ല, ക്ഷീണമില്ല, അവശതയില്ല, ഒരു പനിയില്ല, ജലദോഷമില്ല, ഒരു ഒച്ചയടപ്പില്ല. ഇങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംസാരത്തിന് ബാധിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇല്ല. അതാണ് സവിയ എന്ന് പറഞ്ഞത്. സൂറ മറിയമില് അങ്ങനെ ഒരു കുഴപ്പവുമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന് 3 ദിവസം സംസാരിക്കാൻ പറ്റാതെയാകും. 3 ദിവസം മിണ്ടാൻ പറ്റുന്നില്ല. ആംഗ്യത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്. അതെന്ത് സംഭവിക്കും? അതോടുകൂടി അത് ചർച്ചയാകും. കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വമാണ്, നബിയാണ്, സമൂഹത്തിന്റെ നായകനാണ്, ഒക്കെയാണ് സക്കരിയ അലൈഹിസ്സലാം. പക്ഷെ അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് അദ്ദേഹം ആളുകളോട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വലിയ ചർച്ചയാകും. എന്താണ് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്തതായത്? 3 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മിണ്ടി. എന്താ മിണ്ടിയത്? കാര്യമൊക്കെ പറഞ്ഞു, ഇന്നതാണ്, ഇങ്ങനെ ഉണ്ടാകുമെന്ന് എന്നോട് മലക്ക് വന്ന് പറഞ്ഞു, അതിന്റെ അടയാളമായിട്ട് 3 ദിവസം മിണ്ടാൻ പറ്റാതെയാകുമെന്ന് പറഞ്ഞു. ഇതോടുകൂടി വൃദ്ധനായ സക്കരിയാക്ക് വന്ധ്യയായ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന വിവരം അന്നത്തെ ഇസ്ലാമിക സമൂഹം, അല്ലെങ്കിൽ അന്നത്തെ ആ നാട്ടില് ആ പരിസരത്തൊക്കെ ഉള്ള മനുഷ്യരിൽ തന്നെ അങ്ങോട്ട് ഫ്ലാഷ് ന്യൂസ്, അങ്ങോട്ട് വൈറലായിട്ടുണ്ടാകും. അതോടുകൂടി ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും, അതാണ് അള്ളാന്റെ ആവശ്യം. അസാധാരണമായ വിധത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ആളുകളെ പഠിപ്പിക്കലാണ് അള്ളാഹുവിന്റെ ആവശ്യം. അതങ്ങോട്ട് നിറവേറും. അതിനുവേണ്ടി അള്ളാഹ് ഉണ്ടാക്കി വെച്ച പരിപാടിയാണ് 3 ദിവസം സംസാരിക്കാൻ പറ്റാതിരിക്കുക എന്നത്. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സംസാരിക്കാൻ വയ്യെങ്കിൽ പിന്നെ മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നൂടെ? പിന്നെ എന്തിനാ ആളുകളോട് വർത്തമാനം പറയാൻ പോകുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞു, വദ്കുർ റബ്ബക കസീറൻ വസബ്ബിഹ് ബിൽ അശീ വൽ ഇബ്കാർ. അത് സൂറ മറിയമില് കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. ഫഖറജ അലാ ഖൗമിഹി മിനൽ മെഹ്റാബി. അദ്ദേഹം മെഹ്റാബിൽ നിന്ന്, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ജനങ്ങളിലേക്ക് പുറപ്പെട്ടു. ഫൗഹ ഇലൈഹിം, അവരോട് ആംഗ്യം കാണിച്ചു. അൻ സബ്ബിഹു ബുക്രതം വഅശിയ്യ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കൂ എന്നാണ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. അതെന്തിനാ പറയുന്നത്? മിണ്ടാൻ വയ്യാത്തയാൾ മിണ്ടാതിരുന്നാൽ പോരെ? അല്ല, മിണ്ടണം, മിണ്ടാൻ ശ്രമിക്കണം, എന്നിട്ട് ആംഗ്യത്തിലൂടെ സംസാരിക്കണം. ആംഗ്യത്തിലൂടെ പറഞ്ഞത് ഇതാണ്.
അങ്ങനെ ആംഗ്യത്തിലൂടെ പറയുമ്പോഴാണല്ലോ പറയാൻ പറ്റുന്നില്ല എന്നത് ആളുകൾക്ക് മനസ്സിലാവുക. കാരണം ഇത് പ്രചരിക്കണം. ഇത് ആയത്താണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. കണ്ട് വിശദീകരണം ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള സിഗ്നലുകളാണ് ആയത്തുകൾ. പരിശുദ്ധ ഖുർആനിലെ വരികൾ കണ്ടാൽ തന്നെ ഇത് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇത് അല്ലാഹ് പറഞ്ഞതാണെന്ന്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഏത് സൃഷ്ടിയും സ്വന്തം ശരീരം പോലും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇത് വളരെ പ്രഗത്ഭനായ, വളരെ കഴിവുറ്റവനായ ഒരുത്തന്റെ സൃഷ്ടി തന്നെയാണ്, താനെ ഉണ്ടായതല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്നതുപോലെ ഈ മിണ്ടാൻ വയ്യാതിരിക്കൽ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതൊരു അസാധാരണ സംഭവമാണ്, ഇതിന്റെ പിന്നിൽ വലിയ യാഥാർത്ഥ്യമെന്തോ ഉണ്ട് എന്ന്. അങ്ങനെയുള്ളതാകണമെങ്കിൽ ഇത് പ്രചരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹത്തോട് ജനങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കാൻ അല്ലാഹു തആല ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു കാര്യം കൂടിയുണ്ട്. എന്താണ് മിണ്ടാൻ വയ്യാത്ത സമയത്ത് പോലും ഒരു അള്ളാഹുവിന്റെ റസൂലിന് തന്റെ അനുയായികളോട്, തന്റെ പ്രബോധിതരോട് പറയാനുള്ളത് എന്താണ്? അൻസബ്ബിഹു ബുക്റത്തൻ വഅശിയ്യ, അല്ലെങ്കിൽ വസബ്ബിഹ് ബിൽ അശിയ്യി വൽ ഇബ്കാർ, രാവും പകലും അള്ളാഹുവിനെ പ്രകീർത്തിക്കണം എന്നേ. നിങ്ങളോടൊപ്പം എനിക്കൊന്നും പറയാനില്ല, നിങ്ങളെന്തെങ്കിലും ആയിക്കോ, എനിക്കിപ്പോൾ മെസ്സേജ് ഒന്നുമില്ല, അങ്ങനെയല്ല. എല്ലാ സമയത്തും അള്ളാഹുവിനെ ധാരാളമായി പ്രകീർത്തിക്കണം എന്നാണ് ഒരു നബിക്ക് പറയാനുണ്ടാകുക. അള്ളാഹിനെ മറക്കരുത്, വദ്കുർ റബ്ബക. പിന്നെ ഇവിടെ ഇത് പറഞ്ഞത് എന്തിനാ? അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നമ്മളെ അർഹരാക്കുന്നത് വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് അവർ. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ദിക്റിന്റെ, കാരണം ഒരു വല്ലാത്ത സംഭവം ഉണ്ടാകാൻ പോവുകയാണ്, കൂടുതൽ മനസ്സമാധാനവും മനസ്സിന് കരുത്തുമൊക്കെ ഉള്ള സന്ദർഭമാണ്. അവിടെ ദിക്റിന്റെ പ്രാധാന്യവും കൂടി ഈ ആയത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.